Hi all, welcome to Learnino. Key previous year questions discuss here. First question, the first order rate constant of decomposition of NO is 6.93 into 10 raised to minus 4 second inverse. What is the half-life period? അപ്പോൾ ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് നൈട്രസ് ഓക്സൈഡിന്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കണം. 1000 ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 1 ആൻഡ് ഓപ്ഷൻ ഇ 10,000. ഏതാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. അപ്പൊ കെ നമുക്ക് തന്നിട്ടുണ്ട് 6.93 into 10 raised to minus 4 second inverse. So calculation ഭയങ്കര എളുപ്പമായി. 0.693 divided by 6.93 into 10 raised to minus 4. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 1000 second എന്ന് കിട്ടും. So option A is the correct answer. Clear? Second question, which of the following outermost electronic configuration of the element shows highest oxidation state? ഈ പറഞ്ഞിരിക്കുന്നതിലെ ഏത് outermost electronic configuration ആണ് highest oxidation state കാണിക്കുന്നത്? Option A 3D1 4s2, option B 3D2 4s2, option C 3D5 4s2, option D 3D4 4s2, option E 3D3 4s2. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. Highest oxidation state in the 3D series occur when the total number of D plus S electron is maximum. ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഡിയിലെയും എസിലെയും ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് ചെയ്യുക, സം ചെയ്യുക ഓരോ ഓപ്ഷൻ എടുത്തും. അതിൽ മാക്സിമം നമ്പർ ഏതാണോ വന്നിരിക്കുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻ സി നോക്കിയാൽ 3D5 4s2 ആണ്. അപ്പോൾ 5 plus 2 is equal to 7. അപ്പോൾ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണമെങ്കിൽ ആ എലമെന്റ് മാംഗനീസ് ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അപ്പോൾ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3D സീരീസിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഡിയിലെയും എസിലെയും കൂടെ ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഡിയിലെയും എസിലെയും കൂടെ ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് ചെയ്യുക, സം ചെയ്യുക. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് ഓപ്ഷനിൽ വരുന്നത് അതാണ് ആൻസർ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Then third question, CrO3 is a dash. Option A acidic solution, option B basic solution, option C neutral oxide, option D amphoteric oxide and option E reducing agent. CrO3 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. In CrO3 chromium is in +6 oxidation state. CrO3 chromiumത്തിന്റെ oxidation state +6 ആണ്. Oxides of metal in higher oxidation state generally acidic. അപ്പോൾ ഈ ഒരു സെന്റൻസ് ഓർത്തു വെക്കുക. ഓക്സൈഡ്സ് ഓഫ് മെറ്റൽ, ഈ ഇതിലെ മെറ്റൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് കാണിക്കുന്നതെങ്കിൽ അത് ജനറലി എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. CrO3 റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ക്രോമിക് ആസിഡ്. അപ്പൊ CrO3 വാട്ടറുമായിട്ട് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്രോമിക് ആസിഡ് ആണ്. സോ അപ്പൊ അതൊന്നും കൂടെ കറക്റ്റ് ആയി. അപ്പോൾ എന്താണ്, ആസിഡിക് ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ മെറ്റൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും, ആസിഡിക് സൊല്യൂഷൻ ആയിരിക്കും. പിന്നെ വാട്ടറുമായിട്ട് ചേരുമ്പോൾ അവിടെ ക്രോമിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യും. സോ CrO3 is an acidic solution. Option A is the correct answer. അപ്പോൾ ഈ ഒരു സെന്റൻസ് ഓർത്തു വെച്ചേക്കുക. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ ജനറലി acidic. Clear? Then question number 4. Which of the following statements is incorrect? Which of the following statement is incorrect? Incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A. Transition metals and many of their compounds shows paramagnetic behavior. Option B. The enthalpies of atomization of transition metals are high. Option C. The transition metals generally form colored compounds. Option D. Transition metals and many of their compounds act as good catalyst. Option E. Zinc, cadmium and mercury are very hard and have very low volatility. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 ഓപ്ഷനിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് ഉള്ളത്? കറക്റ്റ് ആൻസർ നമുക്ക് വരുന്നത്
ഇ ആണ്, ഓപ്ഷൻ ഇ ആണ്. അപ്പൊ നമുക്ക് ബാക്കി ഒന്ന് നോക്കാം. ട്രാൻസിഷൻ മെറ്റൽ ഷോ പാരാമാഗ്നറ്റിസം ഡ്യൂ ടു അൺപെയർഡ് ഇലക്ട്രോൺ. അത് കറക്റ്റ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസിന് അൺപെയർഡ് ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്കും പാരാമാഗ്നറ്റിക് ആവാറുണ്ട്. ദേ ഹാവ് ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഡ്യൂ ടു സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്. അപ്പൊ അവർക്കിടയിൽ നല്ല മെറ്റാലിക് ബോണ്ട് ആയതുകൊണ്ടാണ് അവിടെ അറ്റോമൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഡി ട്രാൻസിഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ട്രാൻസിഷൻ എലമെന്റ്സിനെല്ലാം കളേർഡ് ഫോംസ് ഉണ്ട്. ദേ ആക്ട് ആസ് ഗുഡ് കാറ്റലിസ്റ്റ്. നമ്മൾ ആൾമോസ്റ്റ് ഓൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിനെ തന്നെയാണ്. കാരണം അവർക്ക് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഇ ആണ് റോങ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആർ വെരി ഹാർഡ് ആൻഡ് ഹാവ് വെരി ലോ വോളറ്റൈൽ. റീസൺ എന്ന് പറയുമ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഗ്രൂപ്പ് 12 ആണ്. ഗ്രൂപ്പ് 12 ആണെങ്കിൽ അവർക്ക് D10 ആണ് അവരുടെ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഒരിക്കലും അത് ഹാർഡ് അല്ല. ഇനി മെർക്കുറി എടുത്താൽ തന്നെ മെർക്കുറി എന്ന് പറയുന്നത് ആക്ച്വലി ലിക്വിഡ് മെറ്റൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ കമ്പയർഡ് ടു അതർ മെറ്റൽ. അപ്പൊ ഈ പറഞ്ഞത് തെറ്റാണ്. ഹാർഡും അല്ല, വെരി ലോ വോളറ്റിലിറ്റി അല്ല ഈ സിങ്കിനും കാഡ്മിയത്തിനും മെർക്കുറിക്കും. സോ എന്താണ്, ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ആ പറഞ്ഞതിൽ ഓപ്ഷൻ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്. ഓക്കെ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. The correct order of ionic radii of cerium, lanthanum, promethium and ytterbium in +3 oxidation state is. ഈ പറഞ്ഞ എലമെന്റ്സിന്റെയൊക്കെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള കറക്റ്റ് അയോണിക് റേഡിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി, ഇ. 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അപ്പൊ നമുക്കറിയാം ലന്താനം ടു ലുട്ടേഷ്യം പോകുമ്പോൾ ലാന്തനൈഡ് സീരീസിൽ അയോണിക് റേഡിയ ഡിക്രീസസ് ഗ്രാജുവലി. അപ്പൊ ലാന്തനൈഡ് കോൺട്രാക്ഷൻ കൊണ്ട് തന്നെ ലന്താനം മുതൽ ലുട്ടേഷ്യം വരെ പോകുന്ന സമയത്ത് അയോണിക് റേഡിയ ഡിക്രീസ് ചെയ്യും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അവിടെ 4f ഓർബിറ്റലിലാണ് ആഡ് ചെയ്യുന്നത്. 4f ഇലക്ട്രോൺസ് ആ പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സൈസ് എന്ത് ചെയ്യും, കുറയും. ദാറ്റ് ഈസ് കാൾഡ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അപ്പോൾ സൈസ് ഡിക്രീസ് അക്രോസ് ദ സീരീസ് ആണ് ഈ ലാന്തനൈഡ് സീരീസിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. അപ്പോൾ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ്. അപ്പം ഈ വരുന്ന ഓപ്ഷൻ, അപ്പൊ നമുക്ക് ആ സൈസിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ LA, CE, PM, YB. സോ therefore in increasing order. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ആണ്. അപ്പൊ നമുക്ക് ഇത് നേരെ തിരിച്ചെഴുതാം. YB3+, PM3+, CE3+, LA3+. അപ്പൊ ലന്താനം മുതൽ ലുട്ടേഷ്യം വരെ പോകുന്ന സമയത്ത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരികയും അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എല്ലാം 4f ഓർബിറ്റലിലാണ് ആഡ് ചെയ്യുന്നത്. 4fന് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണുള്ളത്. സോ ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് എന്ത് ചെയ്യും, കുറയും. അപ്പൊ ലന്താനം ടു ലുട്ടേഷ്യം വരെ അയോണിക് റേഡിയ ഡിക്രീസ് ചെയ്യും ഗ്രാജുവലി. സോ ഓർഡർ എന്ന് പറഞ്ഞാൽ LA, CE, PM, YB. LAക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ദെൻ സീരിയം, PM, YB. അപ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ വരുമ്പോഴത്തേക്കിന് നേരെ തിരിച്ചെഴുതി കൊടുക്കുക 3+ ഇട്ടിട്ട്. ഓക്കെ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Then 6th question. The IUPAC name of FeCO5 is. അപ്പോൾ ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഇതിന്റെ IUPAC നയം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, പെന്റാകാർബണൈൽ ഫെറൈറ്റ് 0. ഓപ്ഷൻ ബി, പെന്റാകാർബണൈൽ ഫെറൈറ്റ് 3. ഓപ്ഷൻ സി, പെന്റാകാർബണൈൽ അയൺ 0. ഓപ്ഷൻ ഡി, പെന്റാകാർബണൈൽ അയൺ 2. ഓപ്ഷൻ ഇ, പെന്റാകാർബണൈൽ ഫെറൈറ്റ് 2. അപ്പോൾ നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഒക്കെ നൈമിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എങ്ങനെയാണ് നൈം ചെയ്യുന്നതെന്നുള്ള റൂളും ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ FeCO5 ആണ് കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ CO എന്ന് പറയുന്നത് കാർബണൈൽ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ ടോട്ടൽ ചാർജ് 0 ആണ്. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഈസ് 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, 0 ആണ്. ഇനി CO ലിഗാൻഡിന്റെ പേര് കാർബണൈൽ. ഇനി എത്ര എണ്ണം ഉണ്ട്, 5. സോ അവിടെ കൊടുക്കുന്ന വേർഡ് റൂട്ട് പെന്റ. അപ്പൊ പെന്റ കാർബണൈൽ. ഇനി ഇതൊരു ന്യൂട്രൽ കോമ്പൗണ്ട്സ് ആണ്. സോ അയൺ എന്നേ ചേർക്കാവൂ, ഫെറൈറ്റ് എന്നല്ല. ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫെറൈറ്റ് എന്ന് യൂസ് ചെയ്യാം. ന്യൂട്രൽ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അയൺ എന്ന് ചേർത്താൽ മതി.
അപ്പോൾ പെൻറ്റാ കാർബണൈൽ അയൺ 0. അപ്പൊ നമ്മൾ ഒരു നല്ല പെർസെൻറ്റേജ് ആൾക്കാരും അവിടെ ഫെറൈറ്റ് എന്നായിരിക്കും എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ അത് വരികയും ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ കോംപ്ലക്സ് ആവുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യുക, അയൺ എന്ന് തന്നെ എഴുതണം, ഫെറൈറ്റ് എന്ന് എഴുതരുത്. സോ ഓപ്ഷൻ സി പെൻറ്റാ കാർബണൈൽ അയൺ ഈസ് ദ അയൺ 0. 0 ആണ് അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Next question, which of the following is not an electron withdrawing group? Electron withdrawing group അല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ CN NO2, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി COOH, ഓപ്ഷൻ ഡി COOR, ഓപ്ഷൻ ഇ OCH3. നോക്കാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പുൾ ഇലക്ട്രോൺ ത്രൂ -I or -M ഇഫക്റ്റ്. അപ്പോൾ നമുക്ക് -I ഇൻഡക്റ്റീവ് എഫക്റ്റോ മീസോമറിക് എഫക്റ്റോ അവിടെ കാണാനായിട്ട് പറ്റും. CN എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. സോ അവർക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്, മീസോമറിക് എഫക്റ്റും ഉണ്ട്. ഇനി NO2 സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. COH ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. COR ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. OCH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ പോസിറ്റീവ് മീസോമറിക് എഫക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോ although OCH3 shows slight -I effect and its +M effect dominates, so it acts as an electron donating group. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് OCH3 ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ലൈറ്റ് ആയിട്ട് -I ഇഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ +M ഇഫക്റ്റ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ OCH3. OCH3 ആക്ട് ആസ് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഏതൊക്കെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ്, ഏതൊക്കെയാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എന്ന ഒരു ഐഡിയ വേണം. എന്നാലേ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ. Next question, which of the following statement is incorrect with the Kolb's electrolytic process? Kolb's electrolytic process നെ വെച്ച് നോക്കുമ്പോൾ ഈ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്? Option A, ethane can be prepared by this method. Option B, presence of alkyl group in alpha position decreases the yield of alkanes. Option C, the reaction proceeds via methyl free radical. Option D, at anode, alkanes and CO2 gas are formed. Option E, an alkane obtained at anode contain odd number of carbon atoms. അപ്പോൾ കൊൾബ്സ് മെത്തേഡ് എന്താണെന്ന് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്റ്റൻസ് എന്താ, പ്രോഡക്ട്സ് എന്താ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ആൻസർ ചെയ്യാം. In Kolb's electrolytic process, the electrolysis of sodium or potassium salt of carboxylic acid produce alkane. ഇതാണ് പ്രോസസ്സ്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം salt of carboxylic acid റിയാക്ട് ചെയ്ത് ആൽക്കെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. RCO- gives a 2R radical plus CO2 plus 2 ഇലക്ട്രോൺ. അപ്പോൾ റാഡിക്കൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇൻകറക്റ്റ് അല്ല. ഇനി ഇവിടെ കിട്ടുന്ന ആൽക്കെയിൻസിന് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളത് പഠിക്കുമ്പോൾ പറയുന്നതാണ് ദ ആൽക്കെയിൻസ് ഒബ്റ്റെയിൻ കണ്ടെയ്ൻ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ റോങ് ആയിട്ട് വരുന്നത്. ഈഥേൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ് കറക്റ്റ് ആണ്. സോഡിയം അസറ്റേറ്റ് ആണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈഥേൻ ആണ്. ഓപ്ഷൻ ബി, പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഇൻ ദ ആൽഫ പൊസിഷൻ ഡിക്രീസ് ഈൽഡ് ഓഫ് ആൽക്കൈൻ, അതും കറക്റ്റ് ആണ്. The reaction proceeds via methyl free radical. ഫ്രീ റാഡിക്കൽസ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ആനോഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇവിടെ ആണ് ഇൻകറക്റ്റ് വരുന്നത്. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ആൽക്കെയിൻസിലുള്ളത്. സോ ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ആൻ ആൽക്കെയിൻ ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ് കണ്ടെയ്ൻ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്നുള്ളത് റോങ് ആണ്. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഉത്തരം. അപ്പോൾ നമുക്ക് കൊൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൊൾബ്സ് മെത്തേഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്, ബൈ പ്രോഡക്റ്റ് ആയിട്ട് മീഥൈൽ റാഡിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ആൽക്കെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. അവിടെ ആൽക്കെയിൻസിന് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following hydrocarbon pair have a highest boiling point and highest melting point respectively? അപ്പോൾ ഇവിടെ കുറച്ച് ഹൈഡ്രോകാർബൺ പെയർസ് തന്നിട്ടുണ്ട്. അതിൽ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഉള്ളത് കണ്ടുപിടിക്കുക. ഇക്കോസേൻ ആൻഡ് മീഥേൻ. ഓപ്ഷൻ ബി, ഇക്കോസേൻ ആൻഡ് ഡെക്കേൻ.
Option C, icosane and 2,2-dimethyl propane. Option D, icosane and 2-methyl butane. Option E, 2,2-dimethyl propane and icosane. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ബോയിലിംഗ് പോയിന്റിന്റെ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് കൂടും. അപ്പോൾ മോളിക്കുലാർ മാസ് കൂടുന്നതിന് ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ്. സ്ട്രെയിറ്റ് ചെയിൻ ആണ്, ഇപ്പൊ മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, അതുപോലെ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസ് ആണെങ്കിൽ ഹയർ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇക്കോസേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C20H42, 20 കാർബണും 42 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ അതിന് തന്നെയായിരിക്കും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിലെ ഇക്കോസേന് തന്നെയായിരിക്കും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. പക്ഷെ അത് ഒന്ന് രണ്ടടുത്ത് വന്നിട്ടുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സിമെട്രി ആൻഡ് പാക്കിംഗ്. സിമെട്രിയും പാക്കിങ്ങും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മോർ സിമെട്രിക്കൽ മോളിക്കുലാർ പാക്കിംഗ് ബെറ്റർ, ഹയർ ദ മെൽറ്റിംഗ് പോയിന്റ്. നല്ല രീതിക്കാണ് മോളിക്കുലാർ പാക്കിംഗ് ആണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ 2,2-dimethyl propane എന്ന് പറയുന്ന ഹൈലി സിമെട്രിക്കൽ ആണ്, നിയോപെന്റെയ്ൻ. അപ്പൊ അതിനാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ ഇക്കോസേൻ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 2,2-dimethyl propane ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Then 10th question. The correct decreasing order of acidic strength. Acidic strength ന്റെ decreasing order ആണ് ചോദിച്ചേക്കുന്നത്. CHOS, para CH CH3OH, meta CH CHOS, CHOH. അപ്പം ഇങ്ങനെ ഒരു 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓർത്തോയും മെറ്റായും പാരയും ഗ്രൂപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ അസിഡിക് സ്ട്രെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. First, phenol is more acidic than alcohol because its conjugated base phenoxide ion is stabilized by resonance. അപ്പോൾ ആദ്യം C6H5OH എന്ന് പറയുന്നത് ആൽക്കഹോളിനെ കാട്ടിയും അസിഡിക് ആണ്. Okay, then methyl group CH3 ആണെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, which reduces acidity by destabilizing the phenoxide ion. Phenoxide ion destabilize ചെയ്തുകൊണ്ട് acidity reduce ചെയ്യുന്നുണ്ട്. At para position, the plus R effect and CH3 operate more effectively. അപ്പോൾ para positionൽ resonate effect ഉണ്ട്, electron donating effect ഉണ്ട്, reducing acidity more than the meta position where only plus I effect work. അപ്പോൾ meta position ആണെങ്കിൽ plus I effect മാത്രമേ കാണത്തുള്ളൂ. Then ethanol C2H5OH lack resonance stabilization altogether making it least acidic. C2H5OH നാണെങ്കിൽ resonance stabilization കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അവർ least acidic ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. അപ്പൊ അസിഡിസിറ്റിയുടെ കേസിൽ ഈ ഒരു പ്ലസ് ഐ ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, റെസൊണൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then 11th question. The product P1, P2, P3 and P4 of the following reaction are. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബെൻസീൻ റിങ്ങിനകത്ത് SO3Na, NaOH. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് P1 എന്ന് കൊടുത്തിട്ടുണ്ട്. Then അടുത്തത് പ്രോഡക്റ്റ് P3 ആണ്, ഫീനോൾ വെച്ചിട്ടുള്ളത്. അടുത്തത് ഫീനോൾ വെച്ച് NaOHും CHClഉം വെച്ചിട്ടുള്ളത് P3 കൊടുത്തിട്ടുണ്ട്. Then OHCOOH ഇത്രയും വരുന്നത് P4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ P1 ഫീനോൾ, P2 സാലിസിലാൽഡിഹൈഡ്, P3 സൈക്ലോഹെക്സനോൾ, P4 ഫീനൈൽ അസറ്റേറ്റ്. ഓപ്ഷൻ ബി P1 ബെൻസീൻ, P2 സാലിസിലിക് ആസിഡ്, P3 സൈക്ലോഹെക്സനോൾ, P4 ഫീനൈൽ അസറ്റേറ്റ്. ഓപ്ഷൻ സി P1 ഫീനോൾ, P2 സാലിസിലിക് ആസിഡ്, P3 അനിസോൾ, P4 ആസ്പിരിൻ. ഓപ്ഷൻ ഡി P1 ഫീനോൾ, P2 സാലിസിലിക് ആസിഡ്, P3 അനിസോൾ, P4 ഫീനൈൽ അസറ്റേറ്റ്. ഓപ്ഷൻ ഇ P1 സൈക്ലോഹെക്സനോൾ, P2 സാലിസിലിക് ആസിഡ്, P3 ഫീനോൾ, P4 ആസ്പിരിൻ. അപ്പൊ നമുക്ക് ഈ ഓരോ റിയാക്ഷൻ വച്ചിട്ടും ഇതിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കോമ്പൗണ്ട് ബെൻസീൻ സൾഫോണേറ്റ്, അതായത് ബെൻസീൻ റിങ്ങിനകത്ത് SO3Na വരും. അപ്പൊ ഇവിടുത്തെ റിയേജന്റ് NaOHും H+ഉം ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? NaOHൽ നിന്ന് OH വന്നിട്ട് ഇവരെ അങ്ങ് റീപ്ലേസ് ചെയ്യും. അപ്പൊ ബെൻസീനകത്ത് OH വന്നാൽ അവിടുത്തെ പ്രോഡക്റ്റ് ഫീനോൾ. ഓക്കെ. ദെൻ സെക്കൻഡ് ഫീനോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, NaOH, H+. ഈ റിയാക്ഷൻ കോൾഡ് സ്മിച്ച് റിയാക്ഷൻ ആണ്.
അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആണ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഈസ് അതർവൈസ് കാൾഡ് സാലിസിലിക് ആസിഡ്. ഓക്കെ, ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് സാലിസിലിക് ആസിഡ്. Then third one phenol NaOH CHCl. ഇത് ആദ്യം ഈ ഫിനോളിനകത്തോട്ട് NaOH ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ONa വന്ന് അറ്റാച്ച് ചെയ്യും ഫിനോളിൽ. ONa വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫിനോക്സൈഡ് ഫോം ചെയ്യും. എന്നിട്ട് വില്യംസൺ ഈതർ സിന്തസിസ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് അനിസോൾ. ഓക്കെ, അപ്പോൾ ഫിനോൾ, സാലിസിലിക് ആസിഡ്, അനിസോൾ. ലാസ്റ്റ് വൺ സാലിസിലിക് ആസിഡ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ CH3CO ട്വൈസ് OH+ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അസറ്റൈൽ. സോ സാലിസിലിക് ആസിഡിനകത്ത് CH3CO വന്നു കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ്, ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് ആസ്പിരിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഫീനോൾ, സെക്കൻഡ് വൺ സാലിസിലിക് ആസിഡ്, തേർഡ് വൺ അനിസോൾ ആൻഡ് ഫോർത്ത് വൺ ആസ്പിരിൻ. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ നോക്കി വെച്ചേക്കണം. ഇപ്പോൾ ഫീനോളിനകത്ത് ഇലക്ട്രോഫിലിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എല്ലാം നോക്കണം. ബെൻസീൻ റിങ്ങിനകത്ത് വരുന്നത്, ബെൻസീൻ റിങ്ങിനകത്ത് OH വന്നു കഴിഞ്ഞിട്ട് ഓരോന്ന് മാറി മാറി വരും. ഇപ്പോൾ ക്ലോറോ ബെൻസീൻ, അതുപോലെ തന്നെ നൈട്രേഷൻ റിയാക്ഷൻസ്, അപ്പോൾ തുടങ്ങിയ റിയാക്ഷൻസ് എല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ P1 ഫീനോൾ, P2 സാലിസിലിക് ആസിഡ്, P3 അനിസോൾ ആൻഡ് P4 ആസ്പിരിൻ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.